MD എന്ന നിലയിൽ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത് മലബാർ ഗോൾഡ് 470ഓളം ബ്രാഞ്ചുകളായി ലോകത്ത് ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തും ലോകത്ത് 6-ാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു വൻകിട ബ്രാൻഡായിട്ട് നമ്മുടെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടൊരു സംരംഭമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ മലബാർ ഗോൾഡിൻ്റെ അഹമ്മദ്ഖനെ ബ്രാൻഡായി വരുന്നത്. മൈജി ഷാജി കോഴിക്കോട് നിന്ന് പോയതാണ്. ഒരു ചെറിയ 100 സ്ക്വയർ ഫീറ്റുള്ള സ്ഥലത്ത് സ്വന്തമായ പ്രൊഡക്റ്റ് ഒന്നുമില്ല, മറ്റു കമ്പനികളുടെ പ്രൊഡക്റ്റ് വിറ്റ് മൈജി ഒരു ബ്രാൻഡായി മാറി. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണ്? ഷാജിയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പിന്നിൽ വളർന്ന് വികസിച്ച സംരംഭങ്ങളുടെ പിന്നിൽ ആരാണോ അതിന് പിന്നീട് ബ്രാൻഡായി വരും, സ്വാഭാവികമായി വന്നോളൂ. പക്ഷെ അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു സംഗതി ഉള്ളത്, നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ബ്രാൻഡായി മാറുന്നത്. ഇപ്പോൾ യേശുദാസ് പാടിയൊരു പാട്ട്, ആ പാട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു, അതിനെ ആരാധിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ടാവുന്നു എങ്കിൽ ഈ പാട്ട് പാടിയതാരാണ്? യേശുദാസാണ്. അപ്പോൾ ശബ്ദം വരുന്നു. അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസംഗം, അബ്രഹാം ലിങ്കൻ്റെ പ്രസംഗം, ഗാന്ധിജിയുടെ പ്രസംഗം, നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ സമദാനിയുടെ പ്രസംഗം. അപ്പോൾ ഈ പ്രസംഗങ്ങൾ, പാട്ടുകളൊക്കെ തന്നെ ബ്രാൻഡായി വരും. പക്ഷെ അത് മനുഷ്യർക്ക് പിന്നെ ഇഷ്ടപ്പെടുകയും അതിനെ ഫോളോ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുടെ തലമുറ ഉണ്ടാകുമ്പോൾ, കോടിക്കണക്കിന് മനുഷ്യന്മാർ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് ഇഷ്ടമാകുമ്പോൾ ആ ശബ്ദം നൽകിയതാരാണ്? ആ പാട്ട് പാടിയതാരാണ്? ആ പ്രസംഗം നടത്തിയതാരാണ്? അപ്പോൾ അബ്രഹാം ലിങ്കൻ 1763 അടിമത്തം നിരോധിച്ചു, ആ വലിയൊരു പ്രസംഗം. അപ്പോൾ അത് ആരാണ് നടത്തിയിട്ടുള്ളത്? അബ്രഹാം ലിങ്കനാണ്. പക്ഷെ അമേരിക്കയിൽ എത്രയോ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്, ആരും അത്ര ഓർക്കപ്പെടാറില്ല. എന്തുകൊണ്ട്? അബ്രഹാം ലിങ്കൻ വേറിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അതിലൂടെ വിൽക്കുന്നത് പ്രൊഡക്റ്റാണ്. ശബ്ദം പ്രൊഡക്റ്റ് ആകുന്നു, പിന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഷോപ്പുകൾ, പിന്നെ സേവനങ്ങൾ എല്ലാം പ്രൊഡക്റ്റുകളാണ്. അത് ജനം എത്ര ഇഷ്ടപ്പെടുന്നോ ആ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ അത് ബ്രാൻഡായി മാറുന്നതാണ്. അങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡ് രണ്ടാമത്തെ തലത്തിലേക്കാണ് അത് വരുന്നത്. താങ്ക് യു. ഈ രണ്ടുപേരും പറഞ്ഞതിൻ്റെ കൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, രണ്ടുപേരും പറഞ്ഞ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇത്രയുള്ളൂ, ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് അലൈൻഡ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതോറിറ്റി, ഇപ്പം റോ കണ്ടന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ